ഇതാണ് അവസ്ഥയെങ്കിൽ KPCC കൂടുമ്പോ ചെവിയിൽ പഞ്ഞ് തലയിൽ ഹെൽമെറ്റ് വേണ്ടി വരല്ലോ. അത് മാത്രല്ല VD സതീശൻ രാജ്യഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇന്ന് കേരളം കത്തും, ഇല്ലെങ്കിൽ കത്തിക്കും. ആലപ്പുഴയിലെ സമരാഗ്നി പരിപാടിക്കിടെയാണ് KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചത്. അപമാനം എന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനുണ്ടോ? അത് വേണ്ട, ഓ പിന്നെ മാറ്റർ മാറി, കയ്യിന്ന് പോയി ഗൈസ്. ഇതന്നെയാണ് മൂപ്പർക്ക് സംഭവിച്ചത്, കയ്യിന്ന് പോയി. വായ വിട്ട വാക്കും പിന്നെ വേറെ പലതും തിരിച്ചെടുക്കാൻ പറ്റൂല എന്നാണല്ലോ കാരണവന്മാര് പറയണത്. എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി നശിപ്പിച്ചിട്ടുണ്ട് കേട്ടല്ലോ. സംഭവം ഇതാണ്. വാർത്താ സമ്മേളനത്തിനായി K സുധാകരൻ എത്തി 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് VD സതീശൻ എത്തിയത്. അതായത് വൈകി. വൈകിയതിനെ സംബന്ധിച്ച് DCC പ്രസിഡന്റിനോട് അതൃപ്തി അറിയിക്കുന്നതിനിടയിൽ എന്തോ തൈരെന്നോ മോരെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു പോലും. ഷാനിമോൾ ഉസ്മാൻ ആട്ടെ ഇതിന്റെ ഇടയിൽ കൂടെ ഇടപെട്ട് മാധ്യമങ്ങളുടെ മൈക്ക് ഓണാണെന്ന് K സുധാകരനെ ഓർമ്മിപ്പിച്ചു. ഏത് ഇവിടെ മത്തായി ചേട്ടാ മുണ്ട് മുണ്ട് ആ വൈബിലെ. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, മൈക്കും ക്യാമറയും ഓണാണെന്ന് അറിയാഞ്ഞിട്ടല്ല സുധാരേട്ടന് പറയാനുള്ളത് നേരിട്ട് അങ്ങ് പറയും. അതിപ്പോ സതീശനായാലും വേണ്ടില്ല, ചെന്നിത്തല ആയാലും വേണ്ടില്ല. നേരെ വാ നേരെ പോ, അതാണ് സുധാരേട്ടന്റെ ലൈന്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. പിന്നെ സമരാഗ്നി എന്ന പേരിൽ ഒരു തീ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിണ്ടേനു. തീക്ക് ഇത്രയും ചൂടുണ്ടെന്ന് കരുതിയില്ല. കുമ്പക്കുടി സുധാകരൻ എന്ന സുമ്മാവാ. അത് മാത്രല്ല, 3ാം സീറ്റിന് വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ലീഗ് തൽക്കാലത്തേക്ക് അതിന് നിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല. ഇതിനിടയില് സുധാകരൻ പറഞ്ഞതിൽ തെറ്റില്ല, മൈക്ക് ഓൺ ആയതാണ് പ്രശ്നം എന്ന ലൈനിലാണ് ഷാനിമോൾ ഉസ്മാന്റെ ഇടപെടല്. പിന്നെ കണ്ണൂർ MP എന്തുകൊണ്ടാണ് പാർലമെന്റിൽ വായ തുറക്കാത്തതെന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? ഇതാണ് കാരണം. ഇനി മേലാൽ ഈ കാരണം ചോദിച്ച് വഴിക്ക് കണ്ടുപോകരുത്. അല്ല പിന്നെ എത്രയെന്ന് വെച്ചിട്ട് അതൊക്കെ എങ്ങനെ വിശദീകരിച്ച് പറയാ? പിന്നെ ഞങ്ങൾ തമ്മിൽ ചേട്ടൻ ബാബ അനിയൻ ബാബ വൈബാണെന്ന് സുധാകരേട്ടൻ പറഞ്ഞു. അതായത് മൈ ബോയ് സതീഷ് എവിടെയാണെന്നാണ് സുധാകരേട്ടൻ ചോദിച്ചത്. തൽപര കക്ഷികൾ സംഗതി വളച്ചൊടിക്കരുത്, ഏട്ടൻ കാലിപ്പാവും.